ഞങ്ങളുടെ വീട്ടിലെ എപ്പോഴും ഉച്ചക്ക് വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഉച്ചക്ക് രാവിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മക്കളിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളായിരുന്നു ഒരു കൂട്ട് പോലെ ഉണ്ടായത്. ഉച്ചക്ക് വരും, രാവിലെ ചിലപ്പോൾ വന്ന് 10 മിനിറ്റ് ഇരുന്നിട്ട് പോകും. വൈകിട്ട് അങ്ങനെ വരാറില്ല. ഒടുവിൽ ഞാൻ കണ്ടത് 1-ാം തീയതിയാണ് കണ്ടത്. 4-ാം തീയതിയാണ് പുള്ളി മിസ്സിങ് ആയേക്കണത്. 1-ാം തീയതി രാവിലെ ഇവിടെ വന്നിട്ട് ഉച്ചക്ക് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ നമ്മുടെ വാവ് ഊട്ടണമായിരുന്നു ഞങ്ങൾ. അപ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ പോകണമെന്നും പറഞ്ഞ് പോയി. പിന്നെ ഞായറാഴ്ച കണ്ടിട്ടില്ല പുള്ളീനെ. തിങ്കളാഴ്ച മകൻ വന്നിട്ട് എന്നോട് ചോദിച്ച് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് പുള്ളീനെ കാണാതെ ആകണമെന്ന് പറയണത്. ഞാനിവിടെ സ്ഥലത്തില്ല. എൻ്റെ ഹസ്ബൻഡ് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. എനിക്ക് പിന്നീടൊന്നും അറിയില്ല. ഈ സുഭദ്രയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? നല്ല ഇടപഴകുന്ന, സൗഹൃദപ്പെടുന്ന ഒരാളായിരുന്നു? ആണ് നമ്മളോട് നല്ല സ്നേഹമൊക്കെയാണ്. പിന്നെ പുറത്ത് നമുക്കൊന്നും അറിയില്ല. അത് നേരത്തെ ഇവിടെ വരുമായിരുന്നു. അതിനെപ്പറ്റി ഒന്നും നമുക്കറിയില്ല. അതൊന്നും എനിക്കറിയില്ല. എനിക്കും അറിയില്ല. ഒരു മെലിഞ്ഞൊരു പെൺകുട്ടിയാണ്. അവർ വീട്ടിൽ വരാറുണ്ട്. പിന്നെ ഒന്നും അറിയില്ല എനിക്ക്. അവർ ഫുഡ് ഭയങ്കര ക്ലോസ് ആണ് അവർ. പിന്നെ നമ്മളവരെ കണ്ടിട്ടില്ല. അവിടെ വരും, പോകും, ഇവരോട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കും, ഒന്നിച്ചിരിക്കും, ഒന്നിച്ചുറങ്ങും, പിന്നെ എഴുന്നേറ്റ് പോകും. അത്രേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. റോഡല്ലേ, ഞങ്ങൾ ഉള്ളിലല്ലേ, ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അതങ്ങനെ പറയും. ഈശ്വര, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 18 വർഷമൊക്കെ ആയിട്ടുണ്ട്. അതിന് എത്രയോ മുമ്പാണ്. ഒരെണ്ണം തൃപ്പൂണിത്തുറയിൽ, ഒരെണ്ണം ഇപ്പം ഗാന്ധിനഗറിലാണെന്ന് തോന്നുന്നു. ഒരു മകൻ മരിച്ചുപോയി. കൊറോണ ടൈമിൽ മരിച്ചുപോയി. അതൊന്നും അറിയില്ല. ഈ സുഭദ്രാമ്മക്കൊരു സ്വഭാവമുണ്ട്, പോണ സ്ഥലം പറയാറില്ല. അമ്പലത്തിന്റെ ഇങ്ങനെ യാഗവും അങ്ങനെ വിശ്വാസിയാണ്. സപ്താഹം അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് അവര് അങ്ങനെ പോണതാണെന്നാണ് ചിന്തിക്കുന്നത്. ഇടയ്ക്ക് ഇവിടെ വരും ഇങ്ങനെ ഞങ്ങളെ കാണാനായിട്ടേ, അല്ലാതെ നമുക്കൊന്നും അറിയില്ല. അത്രയുള്ള വലിയ വിശ്വാസമാണ്. അവിടെ പോയിരുന്ന് ഇങ്ങനെ എന്താ സപ്താഹത്തിന് എനിക്ക് അറിഞ്ഞൂടാ, പാട്ട് കേൾക്ക്, ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തിട്ടാ വന്ന. അങ്ങനെ നമ്മളങ്ങനെ പോകാറില്ല അമ്പലത്തിലധികം. തൊഴുതിട്ട് വരും, അല്ലാണ്ട് ഇതിനൊന്നും കൂടൂല. പുള്ളി എല്ലാ ദിവസവും എറണാകുളത്തപ്പനെ തൊഴും. 7 മണിക്ക് അസ്തമയം ഉണ്ടെങ്കിൽ പുള്ളി എറണാകുളത്തപ്പനെ തൊഴുതിരിക്കും. ഇതിനെപ്പറ്റി നമുക്ക് അത്ര അറിയില്ല. ഇങ്ങനെ സന്ധ്യ സമയത്തൊന്നും വരാറില്ല. രാവിലെ വരും, ഇവിടെ വന്ന് നിൽക്കും. ഇവിടം വരെ വരുള്ളൂ, അങ്ങനെ പോകും. ഉച്ചക്ക് നമ്മളുണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ വരാറില്ല. നമ്മൾ ഈ ജോലിക്ക് പോകണോണ്ട് കാണണില്ല. പിന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ രോഗമായപ്പോൾ നമ്മളങ്ങനെ കാണണില്ല. നമ്മളെപ്പോഴും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ